ജമ്മുവിലെ സാംബയിൽ ഡ്രോൺ കണ്ടെത്തിയെന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഡ്രോണിനെ തകർത്തു. പിന്നാലെ സാംബയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ഇതാണ് ആ ദൃശ്യങ്ങൾ. ബാലഗോപാൽ, അല്പം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു, ഇന്ത്യയുടെ തിരിച്ചടി ഇനിയും എങ്ങനെയായിരിക്കുമെന്ന മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകുന്നത്. പാകിസ്ഥാൻ അതിനൊക്കെ ഈ അയക്കുന്ന ഡ്രോണുകൾക്കും പാകിസ്ഥാന് കണക്കിന് കിട്ടുമെന്ന് തിരിച്ചറിയാത്തവരല്ല, പക്ഷേ ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എപ്പോഴാണ് ഈ ഡ്രോണുകൾ കണ്ടെത്തിയത്? മറ്റെവിടെയെങ്കിലും ഇതുപോലെ വീണ്ടും ഈ വാക്കുതെറ്റിക്കൽ പതിവ് പാകിസ്ഥാൻ തുടരുന്നുണ്ടോ? ദിവിഷ, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ജമ്മുവിലെ സാംബയ്ക്ക് സമീപം ഈ ഡ്രോണുകളുടെ, അതായത് പാകിസ്ഥാൻ്റെ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നത്. തുടർന്ന് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഈ ഡ്രോണുകൾ വെടിവെച്ചിടുകയും ചെയ്തിട്ടുണ്ട്. ഈ ആദ്യ സെറ്റ് ഡ്രോണുകൾ എത്തിയപ്പോൾ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കരസേനയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 10-15 മിനിറ്റായി അവിടെ ഈ പുതിയ ഡ്രോണുകളുടെ സാന്നിധ്യം ഒന്നും തന്നെ കണ്ടെത്തപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഈ കരസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനിടയിലാണ് പഞ്ചാബിലെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കൂടി ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തി എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഇത് ഔദ്യോഗികമായി സർക്കാരിൻ്റെ ഒരു അറിയിപ്പായി പുറത്തു വന്നിട്ടില്ല. മറിച്ച് ഈ പ്രാദേശിക മാധ്യമപ്രവർത്തകരും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമൃത്സർ, ഹോഷിയാർപൂർ എന്നീ സ്ഥലങ്ങളിൽ ഈ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് പറയപ്പെടുന്നത്. ഹോഷിയാർപൂരിൽ ഇന്ത്യയുടെ ഈ സൈനിക ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അതിന് സമീപത്താണ് ഈ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രാദേശിക മാധ്യമപ്രവർത്തകരും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അമൃത്സറിൽ നിലവിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാംബയിലും നിലവിൽ ബ്ലാക്ക് ഔട്ടാണ് ഉള്ളത്. ഈ ഹോഷിയാർപൂരിലും ഈ സമാനമായ രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുള്ളത് സാംബയിലെ ഡ്രോണുകളുടെ സാന്നിധ്യം മാത്രമാണ്. പഞ്ചാബിലെ അമൃത്സറിലും അതുപോലെ തന്നെ ഹോഷിയാർപൂരിലും ഈ ഡ്രോണുകൾ കണ്ടെത്തി എന്ന വാർത്തകൾ ഈ പ്രാദേശിക മാധ്യമപ്രവർത്തകരും മറ്റുമാണ് പങ്കുവയ്ക്കുന്നത്. ഈ പാകിസ്ഥാൻ എത്ര കണ്ടിട്ടും അല്ലെങ്കിൽ എത്ര കൊണ്ടിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം ഒരു ഭാഗത്ത് രാജ്യാന്തര സമൂഹത്തിനോട് ഇരന്നു വാങ്ങിയ ഈ വെടിനിർത്തൽ കരാർ, ആ കരാർ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരം പ്രകോപനം മറുഭാഗത്ത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പ്രധാനമന്ത്രിയും ഇന്ന് വ്യക്തമാക്കിയിരുന്നു, സൈന്യവുമായി അതായത് വിവിധ സേനാ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരും പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ അതിന് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നതാണ്. നിലവിൽ ഈ സാംബയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി ഡ്രോണുകൾ എത്തുകയാണെങ്കിൽ അതിനെ ശക്തമായി തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദിവിഷ്.